ഹലോ, അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് അലോവേര ജെൽ കേക്കാണ്. അപ്പോൾ ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മുടെ ബർത്ത്ഡേക്ക് അങ്ങനെയുള്ള പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ കേക്കിൻ്റെ വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിലൂടെ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അലോവേര ജെല്ല് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 അലോവേരയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ സൈഡിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക 2 വശവും. അങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ജെല്ല് ഇതൊന്ന് എടുക്കാൻ പറ്റും. ഇതേപോലെ ജെല്ല് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഈ 3 എണ്ണം ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ 4 കറ്റാർ വാഴ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 5-10 തവണ കഴുകിയെടുക്കണം. അതിലത്തെ യെല്ലോ കളർ ഉണ്ട് അതൊരു നമുക്ക് കഴിക്കാൻ പാടില്ല നമ്മുടെ ശരീരത്തിന്. അപ്പം നമുക്ക് അത് കഴുകി കളയണം. നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ അത് കളയാൻ പറ്റും, ഫുള്ളായിട്ട് പോയി കിട്ടും. അപ്പം ഇതേപോലെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കറ്റാർ വാഴ കട്ട് ചെയ്തിട്ട് ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുക, ഓരോ പീസായിട്ട്. നമുക്കിനി ഇത് നന്നായിട്ട് വെള്ളം വെച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. അരിപ്പ വെള്ളത്തിൽ മുങ്ങിയിരിക്കണം. ഇത് നന്നായിട്ട് ഒരു 5-10 തവണ നന്നായിട്ട് കഴുകി കൊടുക്കണം. അപ്പം നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. വെള്ളമൊന്ന് നമുക്ക് ഊറ്റിക്കളയണം നന്നായിട്ട്. ഈ മിക്സി ജാറിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് നേരത്തെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള അലോവേര ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഇട്ട് കൊടുക്കുക. പൗഡർ ജലാറ്റിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി വെക്കണം. സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ജലാറ്റിനൊന്ന് കുതിർന്ന് കിട്ടും. ഇനി ജലാറ്റിൻ നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കണം. ജലാറ്റിൻ ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഗ്രീൻ കളറ് ചേർത്ത് കൊടുക്കണം. ഗ്രീൻ ജെൽ കളറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു
3 ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്ത് നോക്കിയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ 1 ഡ്രോപ്പ് അങ്ങാനും കളറിന് നിങ്ങൾക്ക് കളർ എത്ര വേണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പം ഞാനൊരു സ്വല്പം കൂടെ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഡ്രോപ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ അരച്ച അലോവേരയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ നേരത്തെ അലോവേരയും നാരങ്ങാനീര് പഞ്ചസാരയും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് അരിച്ചിട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്നത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ജലാറ്റിൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതേപോലെ ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡ് എടുക്കാം. അതിനകത്തോട്ട് ഒന്നുമില്ല ക്ലിങ് ഫിലിം അല്ലെങ്കിൽ ഇതേപോലെ ബട്ടർ പേപ്പർ ഒന്നിങ്ങനെ ഷേപ്പിൽ ഇറക്കി വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ ജെല്ല് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ട്, അതായത് നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആ സമയം വരെ നമുക്ക് ഫ്രീസറിൽ വെക്കണത്. നമുക്ക് കേക്കിലേക്കുള്ള ചോക്ലേറ്റ് സ്പോഞ്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ ബൗളിലോട്ട് ഒരു ലാർജ് എഗ്ഗ് തന്നെ എടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് മിക്സറിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നന്നായിട്ട് തന്നെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പഞ്ചസാരയുടെ തരി കൂടുതലായിട്ടുള്ളതാണെങ്കിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ തരി കുറഞ്ഞ പഞ്ചസാര ആയതുകൊണ്ട് ഞാൻ പൊടിക്കുന്നില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഓവർ ബീറ്റ് ചെയ്യരുത്. നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് 1/4 കപ്പ് ഒഴിച്ചതിന് ശേഷം വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ കേക്ക് ബാറ്റർ ഞാൻ ഇതേപോലെ ഒരു പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് സ്വല്പം ഓയിൽ നമുക്കൊന്ന് ഒഴിച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പം എൻ്റെ ചുറ്റുഭാഗത്തും ഇതേപോലെ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് നമുക്കിനി ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. ഇനി ബാറ്ററിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ഇരുമ്പിൻ്റെ പഴയ ദോശയുടെ ഒരു പാനാണ്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് 10 മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ കേക്ക്, അപ്പം നമ്മൾ ഇതേപോലെ ബേക്കിംഗ് ട്രേ ഇതിന്മേൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 40 to 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മുടെ കേക്ക് ഒരു 50 മിനിറ്റ് എടുത്തു ഇതൊന്ന് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി തണുത്തതിന് ശേഷം വേണം ഇനി നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ചോക്ലേറ്റ് അലോവേര ജെല്ല് നമുക്കൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാൻ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കണം. ഇത് നമ്മൾ വിപ്പിംഗ് ക്രീം ഒരു 3/4 കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് 1 ടീസ്പൂണ് വാനില എസെൻസും കൂടെ പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ജെൽ കളർ കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം, ലെവലാക്കി എടുക്കാം. അപ്പോൾ ഇത് 1/2 കിലോൻ്റെ കേക്കാണ്. ഞാൻ ഇതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം കേക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ ക്രീം വെച്ചിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തത് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് തണുത്ത വെള്ളത്തിൽ നമ്മുടെ ഈ നൈഫ് ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലെവലായിട്ട് തന്നെ കിട്ടും. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ലെവലാക്കി എടുക്കണം. അങ്ങനെയാകുമ്പോൾ എളുപ്പം ലെവലാക്കി കിട്ടും. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിവോൻ്റെയാണ് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നത്. ഇച്ചിരി കട്ടിയിൽ തന്നെ നമ്മൾ ഓരോ ലെയറിലും വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ 2 ലെയറാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് 3 ലെയറായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യാം. പക്ഷെ ഇതിന് 2 ലെയറായിട്ടാണ് മെയിനായിട്ട് വേണ്ടത്. നമ്മളിതിൻ്റെ നടുവിൽ അലോവേര ജെല്ല് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ അലോവേര ജെല്ല് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ ഈ ജെല്ല് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പാടുള്ളൂ. നമുക്ക് ഇനി ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അലോവേരയുടെ ജെല്ല് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ജെല്ല് ഉണ്ടാക്കുന്ന സമയത്ത് ബട്ടർ പേപ്പർ യൂസ് ചെയ്യരുത്. ബട്ടർ പേപ്പർ യൂസ് ചെയ്ത് ചിലപ്പോൾ ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ നമ്മൾ ക്ലീൻ ഫിലിം തന്നെ യൂസ് ചെയ്യുക. ഇനി ഇതിൻ്റെ മീതേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. നമ്മളതിൻ്റെ മീതേക്ക് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോക്ലേറ്റിൻ്റെ ലാസ്റ്റ് ലെയർ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല നമ്മുടെ ലെയർ, കാരണം ഇത് നല്ല സോഫ്റ്റാണ് ഈ കേക്ക്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ മീതേക്ക് ക്രീം വെച്ച് കൊടുക്കാം. ലെവൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വശങ്ങളിലും ക്രീം വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുക. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു.